ഇഷ്ടംപോലെ ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് നമുക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ 200 ഇതിന് കൂടുതലായി മില്ലി കൂടുതലായിട്ട് മഴ പെയ്താൽ അത് എക്സ്ട്രീം ഹെവി റെയിനാണ്. ഇത് ചില സ്ഥലത്ത് 300 പെയ്തേക്കണം. ഒരു സ്ഥലത്ത് വടശ്ശേരിക്കരയിൽ 350 ചെയ്തിരിക്കുന്നത്. 350 മഴയാണ് ഉണ്ടായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പ്രഡിക്ഷൻ ഇതാണ്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിൻ്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിലുണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ 200 മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിൽ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എൽനിനോയുടെ ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ് പരാതി? ഏത് പരാതിയാണുള്ളത്? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളെല്ലാം റെഡിയാണ്. ക്യാമ്പുകളെല്ലാം, അതായത് ഞാൻ പറഞ്ഞുതരാം, പ്രീ മൺസൂൺ യോഗം ചേർന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 30-ാം തീയതിയും 1-ാം തീയതിയും യോഗം ചേർന്നു. 30-ാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് ഒന്നുകൂടി എല്ലാ പ്രിപ്പറേഷനും എടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം ഇല്ല. അതൊന്നും അങ്ങനത്തെ അതിനുള്ള സമയമില്ല. ആ അറിയിപ്പാണ്, മെസ്സേജ് മാത്രമാണ് പോകുന്നത്. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ പ്രവചനത്തിൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. IMDയുടെ ഇതാണ് രാത്രി അർദ്ധരാത്രി വൈകുന്നത് വരെ കിട്ടിയിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെഡിയാണ്. ജില്ലാ കളക്ടർമാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാന്മാരുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും റിലീഫ് ക്യാമ്പുകളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതെന്തറിയാം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിങ്ങിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പിൽ എടപ്പള്ളി ടൗണിൽ എറണാകുളം സിറ്റിക്കകത്ത് പെയ്തു, ഒരു പിടിയുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മഴ പോകുന്നത്. ഇത് ഈ പ്രത്യേകിച്ചുള്ള ടെറൈനല്ലേ, പത്തനംതിട്ടയിലേക്കുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടെറൈനുള്ള സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് ലാൻഡ് സ്ലൈഡും ഉണ്ടാകുന്നു. ധാരാളം ലാൻഡ് സ്ലിപ്പുകളുണ്ടായി. ഇപ്പോൾ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലാൻഡ് സ്ലിപ്പുകളെല്ലാം അല്ല, നമ്മളത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് പ്രോഗ്രാം കുറേ കൂടി ശക്തിപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഏജൻസികളെ ബന്ധപ്പെടുത്തി ഏറ്റവും മികച്ച ഒരു മോഡൽ പ്രഡിക്ഷനും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടാകും. 3-4 ദിവസം മുമ്പ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ടൊരു യോഗം നമ്മൾ ചേർന്നിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അതുമായിട്ട് സഹകരിക്കാൻ, യൂണിവേഴ്സിറ്റിയാണ് നന്നായിട്ട് ചെയ്യുന്നത്, അവരുടെ അടക്കം കേരളത്തിലെ ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം, ഇപ്പം ഞാൻ പറയട്ടെ, IMDക്ക് പോലുമുള്ള പരിമിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. IMDക്ക് പോലും ഇത് പുതിയ പ്രതിഭാസമാണ്.